വെൽക്കം. തഹ്മനാണ്. ഈ വീഡിയോ ലാക് ഓപ്പറോണിനെ കുറിച്ചിട്ടാണ്. ജീൻ റെഗുലേഷൻ ഇൻ പ്രോകാരിയോട്സ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓപ്പറോൺ സിസ്റ്റംസ് അതിനെ പറ്റിയാണ് പറഞ്ഞത്. രണ്ട് തരം ഓപ്പറോൺ സിസ്റ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഇൻഡ്യൂസിബിൾ ആണ്, ഇൻഡ്യൂസിബിൾ, ആൻഡ് സെക്കൻഡ് ഈസ് റിപ്രസിബിൾ സിസ്റ്റംസ്. ആൻഡ് ഇതിൽ രണ്ടിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റെഗുലേഷൻസ് സാധ്യമാണ് എന്ന കാര്യം നമ്മൾ പറഞ്ഞു. ആൻഡ് അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ലാക് ഓപ്പറോണിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എന്താണ് ലാക് ഓപ്പറോൺ, അതിന്റെ ഫങ്ഷൻസ് നമുക്ക് പറയണം. രണ്ട് വാട്ടാത്ത കമ്പോണൻസ് ഓഫ് ലാക് ഓപ്പറോൺ, കമ്പോണൻസിനെ കുറിച്ച് പറയണം. അതിലെ സ്ട്രക്ചറൽ ജീന്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയണം. മൂന്ന്, നോർമലി എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറയണം. ദെൻ എങ്ങനെയാണ് ഇതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റെഗുലേറ്റ് ചെയ്യുക എന്ന കാര്യവും നമുക്ക് പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയേണ്ടത്. ലാക് ഓപ്പറോണിലെ ലാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ടോസ് ആണ്. ലാക്ടോസ് എന്തുവാ? ലാക്ടോസ് ഇസ് എ ഡൈസാക്രൈഡ് ആണ് നമുക്കറിയാൻ പറ്റണ്ടേ. ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ്, ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടി ചേർന്നതാണ്. സോ ഓപ്പറോൺ എന്താണ്? ഓപ്പറോൺ മീൻസ് എ യൂണിറ്റ് ഓഫ് ജീൻ എക്സ്പ്രഷൻ ആൻഡ് റെഗുലേഷൻ. അപ്പൊ ലാക് ഓപ്പറോൺ എന്ന് വെച്ചാൽ യൂണിറ്റ് ഓഫ് ജീൻ എക്സ്പ്രഷൻ ആൻഡ് റെഗുലേഷൻ ഫോർ ലാക്ടോസ്. ലാക്ടോസിന് വേണ്ടിയുള്ള സിസ്റ്റം ആണ്. സോ അപ്പൊ ഇത് ലാക്ടോസിന് എന്ത് ചെയ്യണം? ലാക്ടോസിന് ഇത് കാറ്റബോളിസം ആണ്. ലാക്ടോസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്ന സംഭവം. സോ അപ്പൊ ഈ ഗ്ലൂക്കോസിൽ നിന്ന് ഈ കോളൈ എനർജി ഉണ്ടാക്കി എടുക്കും. സോ അതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റം. സോ നോർമലി മോണോസാക്രൈഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ആയിരിക്കും അല്ലെ എനർജി പ്രൊഡക്ഷന് ഫസ്റ്റ് ചോയ്സ് ഈസ് ഗ്ലൂക്കോസ് ആണ് എപ്പോഴും. ഈ കോളൈ ആയാലും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ഗ്ലൂക്കോസ്. പക്ഷേ ചില സമയത്ത് ഗ്ലൂക്കോസ് ലഭ്യമല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ലാക്ടോസ് ഉപയോഗിച്ചിട്ട് ലാക്ടോസിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലാക് ഓപ്പറോൺ സിസ്റ്റം. എപ്പോഴും വർക്ക് ചെയ്യണോ? വേണ്ട, എപ്പോഴും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്ലൂക്കോസ് ഉണ്ട് എങ്കിൽ, ഇഫ് ദർ ഈസ് ഗ്ലൂക്കോസ് പ്രസന്റ് ആണെങ്കിൽ ലാക് ഓപ്പറോൺ വർക്ക് ചെയ്യണോ? വേണ്ട, ഓഫ് ആയിട്ടിരിക്കാം. ഗ്ലൂക്കോസ് ഇല്ലെങ്കിലോ, ഈ ഗ്ലൂക്കോസ് ഈസ് ആബ്സെന്റ് ആണെങ്കിൽ ലാക്ടോസ് ഉണ്ട് എന്നും കൂടി കരുതുക. അപ്പൊ ഇത് ഓൺ ആവണം, ലാക്ടോസിനെ ഉപയോഗിക്കണം, എനർജി ഉണ്ടാക്കണം. സോ ഇതാണ് ഇതിന്റെ ബേസിക് ആവശ്യം. ഇത് മനസ്സിലുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം ലാക് ഓപ്പറോൺ ഫംഗ്ഷൻ ചെയ്യണം നമുക്ക് മനസ്സിലാവും. സോ ഈ സിസ്റ്റം ഈ കോളയുടെ കാര്യമാണ് നമ്മൾ പറയാ. ഈ കോളയിൽ കണ്ടുപിടിച്ചത് ജേക്കബ് ആൻഡ് മോണാഡ് ആണ്. 1961 കണ്ടുപിടിച്ചത്. 1965 നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള കണ്ടുപിടുത്തമാണ്. സോ ഇവിടെ നടക്കുന്നത് ലാക്ടോസിന്റെ കാറ്റബോളിസം ആണ്. കാറ്റബോളിസം ഓഫ് ലാക്ടോസ് ആണ് നടക്കുന്നത്. കാറ്റബോളിസം ഉള്ള പ്രോസസ്സിൽ, അങ്ങനെയുള്ള പ്രോസസ്സിൽ നടക്കേണ്ട ഓപ്പറോൺ സിസ്റ്റം ഏതായിരിക്കും? അത് ഇൻഡ്യൂസിബിൾ സിസ്റ്റം ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ അപ്പോൾ അതിന് പോസിറ്റീവ് റെഗുലേഷനും നെഗറ്റീവ് റെഗുലേഷനും സാധ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ അപ്പൊ ഇനി നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ലാക് ഓപ്പറോണിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്കപ്പോൾ ഒരു ഡബിൾ സ്ട്രാൻഡ് DNA അങ്ങോട്ട് വരയ്ക്കാം. ഇത് സർക്കുലർ ആണെന്ന് ഓർക്കുക. ഞാൻ തൽക്കാലം ഇങ്ങനെ വരയ്ക്കുന്നു. ലൈക്ക് ഓൾ പ്രൊകാരിയോട്സ്, ഈ കോളയിലെ ലാക് ഓപ്പറോണും ഒരു പോളിസിസ്ട്രോണിക് ആണ്. പോളിസിസ്ട്രോണിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിലധികമുള്ളതാണ് പോളിസിസ്ട്രോണിക് എന്ന് പറയുന്നത്. 3 എൻസൈം പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന സ്ട്രക്ചറൽ ജീൻ. സോ ദിസ് ഏരിയ ഈസ് ദ സ്ട്രക്ചറൽ ജീൻസ്. ഏതൊക്കെയാണ് സ്ട്രക്ചറൽ ജീൻ? ദിസ് ഈസ് ലാക് Z ആണ്, ദിസ് ഈസ് ലാക് Y ആണ്, ആൻഡ് ദിസ് ഈസ് ലാക് A ആണ്. സോ ZYA ഇങ്ങനെ 3 എണ്ണം. ആൻഡ് ഇതിൽ നിന്ന് ഓരോന്നിലും ഓരോ പ്രോട്ടീൻ ഉണ്ടാകും, 3 പ്രോട്ടീൻ ഉണ്ടാകും. ആൻഡ് ഇതിന് 3നും കൂടി ഒറ്റ ഒരു പ്രൊമോട്ടർ റീജിയൻ ആയിരിക്കും ഉണ്ടാകുക, സോ ദിസ് ഈസ് ദ പ്രൊമോട്ടർ റീജിയൻ. ഒരെണ്ണം ഉള്ളതുകൊണ്ടാണ് ഇതിനെ പോളിസിസ്ട്രോണിക് എന്ന് പറഞ്ഞത്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ RNA പോളിമറേസ് വന്ന് ഒട്ടിച്ചേരുക. mRNA സിന്തസിസ് ഇങ്ങോട്ടേക്ക് നടക്കണം. ആൻഡ് ഇവിടെയാണ് ആക്ടിവേറ്റേഴ്സ് വന്ന് ഒട്ടിച്ചേരുന്നതും. ഇവിടെയൊക്കെ ആയിട്ടാണ് ആക്ടിവേറ്റേഴ്സ് വന്ന് ഒട്ടിച്ചേരുക. സോ പ്രൊമോട്ടർ റീജിയന് തൊട്ട് മുമ്പുള്ള DNA സീക്വൻസുകളിലാണ് ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ വന്ന് ഒട്ടിച്ചേരുന്ന ഭാഗം. ആൻഡ് ഇതിന് രണ്ടിനും, പ്രൊമോട്ടറിനും ഈ സ്ട്രക്ചറൽ ജീനും ഇടയിലാണ് നമ്മുടെ ഓപ്പറേറ്റർ ഭാഗമുള്ളത്. സോ ഓപ്പറേറ്റർ ഭാഗത്ത് ആരാണ് ഒട്ടിച്ചേരുക? ഓപ്പറേറ്റർ ഭാഗത്ത് റിപ്രസർ പ്രോട്ടീൻസ് വന്ന് ഒട്ടിച്ചേരുന്ന ഭാഗമാണ് ഓപ്പറേറ്റർ. സോ ഈ ഓപ്പറേറ്റർ ഇങ്ങനെ കൃത്യം ഇത്രയും ദൂരമായിരിക്കണം അങ്ങനെയൊന്നുമില്ല, ചിലപ്പോൾ ഇങ്ങനെ ഓവർലാപ്പ് ഒക്കെ ചെയ്ത് വരാം. ഓക്കെ, സോ ഇറ്റ്സ് ഇൻ ബിറ്റ്വീൻ -5 to +21 ഇടയിലാണ്. ഇതെന്താന്ന് നിങ്ങൾ DNA ട്രാൻസ്ക്രിപ്ഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയാണ്. സോ ഇവിടം വരെയുള്ള ഈ ഭാഗമാണ് നമ്മുടെ ലാക് ഓപ്പറോൺ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ നമുക്ക് ഈ സ്ട്രക്ചറൽ ജീനിൽ നിന്ന് എന്തെല്ലാമാണ് ഉണ്ടാകുക എന്ന് നോക്കാം. ലാക് ഇസഡിൽ നിന്ന് ഉണ്ടാകുന്നത് ബീറ്റാ ഗാലക്ടോസിഡേസ് ആണ്. ലാക്ടോസിഡേസ് എന്ന് പറയുന്ന പ്രോട്ടീനാണ്, എൻസൈമാണ് ഉണ്ടാകുക. ആൻഡ് ലാക് വൈയിൽ നിന്ന് ലാക്ടോസ് പെർമിയേസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. ആൻഡ് ഇതിൽ നിന്ന് ട്രാൻസ് അസെറ്റിലേസ് എന്ന് പറയുന്ന സംഭവമാണ് ഉണ്ടാകും. ആൻഡ് ഇത് 3ആണ് പ്രോഡക്റ്റ്. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഇതാണ്, പിന്നെ ഇതാണ്, ദെൻ തേർഡ് ഇത് അത്രയും ഇല്ല. ആൻഡ് ഇതിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് ഇതിന്റെ പണി എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് ദ വൺ വി കൺവേർട്ട് ലാക്ടോസ് ഇൻടു
ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ പണി. ഹൈഡ്രോളിസിസ് വഴി ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് ഉണ്ടാക്കുക, ഗ്ലൂക്കോസിൽ നിന്ന് എനർജി ഉണ്ടാക്കുക. സോ എനർജി പിന്നീട് ഉണ്ടാക്കുക. ആൻഡ് അതാണ് പ്രധാനപ്പെട്ട ഒരു പണി. രണ്ടാമത്തെ ഒരു പണി എന്ന് പറയുന്നത് ഈ ലാക്ടോസിനെ ഐസോമറൈസ് ചെയ്യുന്നത്. ആദ്യം ഒന്ന് ഹൈഡ്രോളിസിസ് ചെയ്യും. ഇത് തന്നെയാണ് ഹൈഡ്രോളിസിസ് ചെയ്തിട്ട് ദെൻ ഐസോമറൈസ് ചെയ്ത് അല്ലോ ലാക്ടോസ് ഉണ്ടാക്കും. സോ ഇത് രണ്ടുമാണ് ഇതിന്റെ പണി. സോ ലാക്ടോസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ഗാലക്ടോസ് കിട്ടും, ഗ്ലൂക്കോസ് കിട്ടും ആൻഡ് ഓൾസോ അല്ലോ ലാക്ടോസും നമുക്ക് കിട്ടും. രണ്ടാമത്തെ എൻസൈം ദിറ്റ് ഈസ് ലാക്ടോസ് പെർമിയേസ്. ഇതിനെ ബീറ്റാ ഗാലക്ടോസൈഡ് പെർമിയേസ് എന്നും നമുക്ക് ഇതിനെ വിളിക്കാം. ആൻഡ് ഇതിന്റെ പണി എന്ന് പറഞ്ഞാൽ ഈ കോളയുടെ അകത്തേക്ക് ലാക്ടോസിനെ കയറ്റിടുക. സോ ദിസ് എ ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ ആണ്, സെൽ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻ ആണ്. ആൻഡ് ലാക്ടോസിനകത്തേക്ക് കയറ്റുമ്പോൾ അതിന്റെ കൂടെ പ്ലസും കൂടി കയറ്റും. സോ ദിസ് എ ഇമ്പോർട്ടർ ആണ് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി ചേക്കുക. സോ ലാക്ടോസ് ഈസ് നൗ മോർ ഇൻസൈഡ് ദ സെൽ. അതാണ് ഇതിന്റെ പരിപാടി, ലാക്ടോസിനെ കൂടുതൽ സെല്ലിലെത്തിക്കുക. മൂന്നാമത്തത് തേർഡ് വൺ ഈസ് ബീറ്റാ ഗാലക്ടോസൈഡ് ട്രാൻസ് അസറ്റൈലേസ് ആണ്. ഓർ അതിനെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്നത് അസറ്റൈൽ ട്രാൻസ്ഫറേസ്. രണ്ടും ഒന്ന് തന്നെയാണല്ലോ, അസറ്റൈൽ ട്രാൻസ്ഫറേസ്. സോ ഇതിന്റെ പ്രധാനപ്പെട്ട പണി ഡീടോക്സിഫിക്കേഷൻ ആണ് എന്നാണ് നമ്മൾ കരുതുന്നത്. ഡീടോക്സിഫിക്കേഷൻ. ആൻഡ് ഇതൊരു അസറ്റൈൽ കോയിൽ നിന്ന് ദിസ് ബീറ്റാ ഗാലക്ടോസൈഡിലേക്ക് അസറ്റൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ട്രാൻസ് അസറ്റൈൽ ട്രാൻസ്ഫറേസ് എന്നൊക്കെ നമ്മൾ വിളിക്കുക. മറ്റു ഫംഗ്ഷൻ നമുക്കില്ല, അറിയില്ല. ഇനി നമുക്ക് പറയേണ്ടത് ഈ റിപ്രസർ പ്രോട്ടീനും ആക്ടിവേറ്റർ പ്രോട്ടീനും മറ്റും ഉണ്ടാകുന്ന റെഗുലേറ്റർ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന റെഗുലേറ്റർ ജീൻസ് ആൻഡ് റെഗുലേറ്റർ പ്രോട്ടീൻ, അതിനെ പറ്റിയാണ് നമുക്ക് പറയാം. സോ ദിസ് ഈസ് ഫാർദർ അപ്സ്ട്രീം ടു ദ പ്രൊമോട്ടർ റീജിയന്റെയും വളരെ അപ്സ്ട്രീം ആയിട്ടുള്ള ഭാഗത്താണ് ഇതുള്ളത്. ഒന്ന് ഇവിടെ ഉള്ളത് ഈസ് ഈ ഭാഗം ലാക് ഐ എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട്. ലാക് ഐയിൽ നിന്നുണ്ടാവുന്നതാണ് ലാക് റിപ്രസർ ഉണ്ടാവുന്നുണ്ട്. സോ ലാക് ഐ ഈസ് ദ കോഡ് റീജിയൻ ഫോർ ലാക് റിപ്രസർ. ആൻഡ് മറ്റൊരു ഭാഗത്ത് ഇവിടെ ഒരു ആക്ടിവേറ്റർ ഉണ്ടാക്കുന്ന ഭാഗമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുക കാറ്റബോളൈറ്റ് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ എന്നാണ്. കാപ്പ് എന്നാണ് ആ സംഭവം. സോ ഇതുണ്ടാവുന്നത് അപ്പൊ കാപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു ജീൻ ഇവിടെ വേണം. സോ അതുണ്ട്. സോ അതിൽ നിന്നുണ്ടാവുന്നത് കാപ്പ് എന്ന് പറയുന്ന പ്രോട്ടീൻ. സോ ദിസ് ഇസ് ആൻ ആക്ടിവേറ്റർ ആണ്, ദിസ് ഈസ് എ റിപ്രസർ ആണ്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ ഈ റെഗുലേഷന്റെ ഒരു ജനറൽ റൂൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടെങ്കിൽ അത് ഇതാണ്. ഇൻഡ്യൂസിബിൾ സിസ്റ്റം. ഇത് നമ്മൾ ഇൻഡ്യൂസിബിൾ സിസ്റ്റമിലാണല്ലോ പറയാം. സോ ഈ റിപ്രസർ ഉണ്ടാവുന്നത് ദിസ് റിപ്രസർ വിൽ ബി ഇൻ ആക്റ്റീവ് ഫോമിലാണ് ഉണ്ടാവുക. സോ അപ്പൊ ഇതായിരിക്കും നെഗറ്റീവ് റെഗുലേഷൻ ഉപയോഗിക്കുക. നെഗറ്റീവ് റെഗുലേഷൻ ഇൻഡ്യൂസിബിൾ ഓർ കാറ്റബോളിക് സിസ്റ്റത്തിൽ റിപ്രസർ വിൽ ബി ആക്റ്റീവ് ഫോമിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് അപ്പൊ ആക്ടിവേറ്റർ ഉണ്ടാവുന്നത് ഇവിടെ ക്യാപ്പ് ആണ് നമ്മൾ പറഞ്ഞു. ഇത് ഇൻആക്റ്റീവ് ഫോമിലും ആയിരിക്കും. സോ ഇതാണ് പോസിറ്റീവ് റെഗുലേഷന് വേണ്ടി ഉപയോഗിക്കുക. സോ ഇതാണ് ജനറൽ റൂൾ ആൻഡ് കീ ഫോർ റിമെമ്പറിംഗ് എനി കാറ്റബോളിക് ഓർ ഇൻഡ്യൂസിബിൾ സിസ്റ്റംസ്. ഒരു ഉദാഹരണമാണ് ലാക്കോപ്രോൺ. ലാക്കോപ്രോൺ ഇൻഡ്യൂസിബിൾ സിസ്റ്റത്തിൽ വരുന്നതാണ്. കാരണം ഇവിടെ നടക്കുന്നത് കാറ്റബോളിസം ഓഫ് ലാക്ടോസ് ആണ് നടക്കുന്നത്. സോ ദിസ് ആൻ ഇൻഡ്യൂസിബിൾ സിസ്റ്റം. അപ്പൊ നമുക്കിനി റെഗുലേഷൻ ആണ് പറയേണ്ടത്. റെഗുലേഷൻ പറയാൻ സോ ആദ്യം നമുക്ക് നെഗറ്റീവ് റെഗുലേഷൻസ് പറയാം. നെഗറ്റീവ് റെഗുലേഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് വരച്ചേക്കാം. ഇത് Y, ഇത് A, and this is the promoter region and this is the operator region. Okay, so ഇവിടെ നെഗറ്റീവ് റെഗുലേഷൻ ഓഫ് ലാക്കോപ്രോൺ ആണ്. നെഗറ്റീവ് റെഗുലേഷൻ എഴുതാം. സോ ഇവിടെ റെഗുലേറ്ററി ജീൻ ആയിട്ടുള്ള ഇതാണ് റെഗുലേറ്ററി ജീൻ. നമ്മൾ പറഞ്ഞത് ലാക് ഐ ആണ്. ലാക് ഐയിൽ നിന്ന് ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അതൊരു മോണോമർ ആണ്. ആൻഡ് ഇത് കൂടി ചേർന്നിട്ട് ഒരു 4 ഹോമോ ടെട്രാമർ ഉണ്ടാവുന്നു. 4 കൂടി ചേരുകയാണ്. ആൻഡ് ദിസ് ഈസ് ദ റിപ്രസർ. ഇതാണ് ആക്റ്റീവ് ഫോമിലാണ് റിപ്രസർ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. റിപ്രസർ ഈസ് ഇൻ ദ ആക്റ്റീവ് ഫോം. സോ റിപ്രസർ ആക്റ്റീവ് ഫോമിലാകുമ്പോൾ ഇതിന് ഇവിടെ പോയി ബൈൻഡ് ചെയ്യാനായിട്ട് ഇവിടെ പോയി ഇത് ബൈൻഡ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമോ? പ്രൊമോട്ടർ ആർഎൻഎ പോളിമറൈസ് വന്ന് ഇങ്ങോട്ടേക്ക് പോകൽ കുറവായിരിക്കും. സോ ട്രാൻസ്ക്രിപ്ഷൻ ഈസ് റിപ്രസ്ഡ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ. അതായത് ലാക് ഓപ്പറോൺ ഇപ്പോൾ കാര്യമായി വർക്ക് ചെയ്യുന്നില്ല, എൻസൈം ഒന്നും കാര്യമായിട്ട് ഫോം ചെയ്യുന്നില്ല. സോ ലാക് ഓപ്പറോൺ ഈസ് ഇൻ ഓഫ് ഫോം എന്നാണ് പറയാം. ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒട്ടും ഇല്ല എന്നുള്ളതല്ല, ബേസൽ ട്രാൻസ്ക്രിപ്ഷൻ റേറ്റ് കുറവാണ് എന്ന് മാത്രമാണ് അർത്ഥം. സോ ഓഫ് ഓൺ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് എന്ന് മാത്രം. സോ ഈ സമയത്ത് ലാക്ടോസ് ഉണ്ടോ? ലാക്ടോസ് ഇല്ല. ഇനി ഈ സമയത്ത് ലാക്ടോസ് പ്രസന്റ് ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ ലാക്ടോസ് ഈസ് പ്രസന്റ് ആണ് എന്ന് വിചാരിച്ചാൽ ലാക്ടോസിൽ നിന്നുണ്ടാവും. ലാക്ടോസിൽ നിന്ന് ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടുകൂടി അല്ലോ ലാക്ടോസ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ അല്ലോ ലാക്ടോസ് ആക്റ്റീവായ ഇതിൽ കയറി പിടിക്കും. ആക്റ്റീവായ റിപ്രസറിൽ
വന്ന് ഒട്ടിച്ചേരുകയാണ് അല്ലോ ലാക്ടോസ്. സോ ഇപ്പോൾ നൗ ഇറ്റ് ബിക്കം ഇനാക്റ്റീവ് ആയി. ആക്റ്റീവ് ആയതിനെ ഇനാക്റ്റീവ് ആക്കുന്നു. ഇനാക്റ്റീവ് ആയതിന് ഇവിടെ പോയി പിടിക്കാൻ പറ്റൂ? ഇല്ല. ഇതിന് ഇവിടെ പോയി ഒട്ടിച്ചേരാൻ പറ്റില്ലെങ്കിൽ RNA പോളിമറൈസിന് ഇങ്ങോട്ടേക്ക് നീങ്ങാൻ പറ്റുമോ? പറ്റും. അപ്പോൾ ദിസ് വിൽ ബിക്കം നൗ ആക്റ്റീവ് ആകുന്നു, അല്ലെങ്കിൽ ദിസ് പ്രോസസ് ബിക്കം ഓൺ ആകുന്നു എന്ന് നമുക്ക് പറയാം. സോ ഇപ്പോൾ ബേസൽ ട്രാൻസ്ക്രിപ്ഷൻ റേറ്റ് ആ സംഭവത്തിൽ നിന്ന്, ഇതിൽ നിന്ന് എക്സും വൈയും സെഡും ആ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞ എയും സെഡും അല്ല ഇതെല്ലാം ഉണ്ടാകുന്നു, കൂടുതലായിട്ട് ഉണ്ടാകുന്നു. സോ അപ്പോൾ ഇവിടെ അലോലാക്ടോസ് ഈസ് ദ ഇൻഡ്യൂസർ. സോ അലോലാക്ടോസ് ആണ് ഇവിടെ ഇൻഡ്യൂസർ. അലോലാക്ടോസ് ഉണ്ടാകുന്നത് ലാക്ടോസിൽ നിന്നാണ് നമുക്കറിയാം. അപ്പോൾ ഇതിനെ നമുക്ക് അപ്പാരന്റ് ഇൻഡ്യൂസർ എന്ന് വിളിക്കാം. അപ്പാരന്റ് ഇൻഡ്യൂസർ ഓഫ് ലാക്കോപ്പറോൺ എന്ന് പറയാം. ആൻഡ് ഇവിടെ വന്ന് ഒട്ടിച്ചേരാൻ പറ്റുന്ന മറ്റൊരു കെമിക്കൽ ഉണ്ട്. ഇവിടെ തന്നെ വന്ന് ഒട്ടിച്ചേരുന്ന അലോലാക്ടോസ് പോലെ. അതിന്റെ പേര് IPTG എന്നാണ്, അല്ലെങ്കിൽ ഐസോപ്രൊപൈൽ. G for തയോ ആണ്, G for ഗാലക്ടോസൈഡ് ആണ്. ആൻഡ് ഇത് ഒരു അലോലാക്ടോസിന്റെ ഒരു അനലോഗ് ആണ്. ആൻഡ് ഇതിനും വന്ന് റിപ്രസൽ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ കുറേ നേരം റിപ്രസൽ ഒട്ടിച്ചേരാൻ പറ്റും. ഈ അലോലാക്ടോസിന്റെ പ്രശ്നം, അലോലാക്ടോസ് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മെറ്റബോളൈസ് ചെയ്ത് പോകും. ഇതിനെ മെറ്റബോളൈസ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് പറ്റില്ല. സോ ദിസ് IPTG ഈസ് കോൾഡ് ആസ് ഗ്രാറ്റുറ്റസ് ഇൻഡ്യൂസർ എന്ന് വിളിക്കും. സോ ഇത് നമ്മൾ എക്സ്പെരിമെന്റൽ പ്രൊസീജിയറിൽ കൂടുതൽ നേരം ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. സോ ദീർഘനേരം ലാക്കോപ്പറോണിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കാൻ, ഓൺ ആയിട്ടിരിക്കാനായിട്ട് ഇതിനെ കൊണ്ട് പറ്റിക്കും. ഇനി നമുക്ക് പോസിറ്റീവ് റെഗുലേഷൻ അതിനെപ്പറ്റി പറയാം. സോ ഇവിടെ പ്രൊമോട്ടറിന് അപ്സ്ട്രീമായി ഇവിടെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ജീൻ ഉണ്ട്, ക്യാപ്പ് ജീൻ ഉണ്ട്. ആൻഡ് ഇതിൽ നിന്നപ്പോൾ ഉണ്ടാവുന്നത് ക്യാപ്പ് ആണ്. എന്താണ് ക്യാപ്പ് എന്ന് നമ്മൾ പറഞ്ഞു? കാറ്റബോളൈറ്റ് ആക്ടിവേറ്റർ പ്രോട്ടീൻ ആണ് ക്യാപ്പ് എന്ന് പറയും. ആൻഡ് ക്യാപ്പ് ഉണ്ടാവുന്നത് എങ്ങനെയായിരിക്കും? ഇത് ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഇത് ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാകുക അല്ലെ? കാരണം പോസിറ്റീവ് റെഗുലേഷൻ അങ്ങനെ ആയിരിക്കണം ഉണ്ടാവേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഇതിനെ അപ്പോൾ ആക്റ്റീവ് ആക്കാം. ഇതിനെ ആക്റ്റീവ് ആക്കാൻ ഒരു കോ ആക്ടിവേറ്റർ വേണം. ഇതിന് വേറെ പേരും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞേക്കാം. CRP എന്നും ഇതിനെ വിളിക്കും. ആൻഡ് ഈ കോ ആക്ടിവേറ്ററുടെ പേരാണ് സൈക്ലിക് AMP എന്നാണ് ഇതിന്റെ പേര്. സോ സൈക്ലിക് AMP ഇവിടെ വന്നോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ദിസ് വിൽ ബിക്കം ഇനാക്റ്റീവ് പോയി ആക്റ്റീവ് ആകും. സോ സൈക്ലിക് AMP ഒന്ന് പിടിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ പേര് സൈക്ലിക് AMP റിസപ്റ്റർ പ്രോട്ടീൻ എന്ന് ഇതിനെ വിളിക്കുക. സോ CRP സൈക്ലിക് AMP റിസപ്റ്റർ പ്രോട്ടീൻ. ആൻഡ് ഇത് പിടിച്ചു, ഇത് ആക്റ്റീവായി. ആക്റ്റീവ് ആയാൽ പിന്നെ ഇത് നേരെ ഇങ്ങോട്ടേക്ക് പോവുകയാണ്. സോ ഇത് പ്രൊമോട്ടറിന്റെ ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് -61.5 ഉള്ള ഒരു റീജിയൻ ആണ്. CAP ബൈൻഡിങ് റീജിയൻ ഓർ A സൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ CAP ബൈൻഡിങ് റീജിയൻ. സോ ഇവിടെ വന്ന് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഇതെന്താണ്? RNA പോളിമറൈസ് ആണ്. RNA പോളിമറൈസ് ഈസ് നൗ ആക്റ്റീവ് ആണ്. സോ ദിസ് ക്യാൻ ബിക്കം ഓണിലേക്ക് ഇത് മാറ്റാനായിട്ട് പറ്റും. സത്യത്തിൽ ഗ്ലൂക്കോസ് ഉള്ളപ്പോൾ ലാക്കോപ്പറോൺ ആക്റ്റീവ് ആവാത്തതിന്റെ കാരണം, അല്ലെങ്കിൽ ഓഫ് ആയിട്ടിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ഗ്ലൂക്കോസ് ഈസ് പ്രസന്റ്, ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ദർ ഈസ് ലെസ് ദിസ് സൈക്ലിക് AMP. സൈക്ലിക് AMPയുടെ അളവ് കുറവായിരിക്കും. സോ ഇതാണ് കാറ്റബോളൈറ്റ് റിപ്രഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഗ്ലൂക്കോസ് എഫക്ട് എന്ന് പറയുന്നത് ഇതാണ്. സോ ഗ്ലൂക്കോസ് ഇല്ലെങ്കിലോ, വെൻ ദർ ഈസ് നോ ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ സൈക്ലിക് AMP ലെവൽ വിൽ ഇൻക്രീസ് ഇൻസൈഡ് ദ E. coli. സൈക്ലിക് AMPയുടെ അളവ് കൂടുതലായിരിക്കും. സൈക്ലിക് AMP പോയി ക്യാപ്പിൽ പോയിട്ട് ചേരും. ക്യാപ്പ് ഇനാക്റ്റീവ് ആയിരുന്നു, അതിനെ ആക്റ്റീവ് ആക്കും. ഇതിവിടെ പോകും, ഓൺ ആക്കും. ഓക്കെ, സോ സൈക്ലിക് AMP ക്യാൻ ആക്ടിവേറ്റ് ദിസ് സിസ്റ്റം. സോ സൈക്ലിക് AMP നമ്മൾ വിളിക്കുക ഹങ്കർ സിഗ്നൽ എന്ന് നമ്മൾ വിളിക്കും. ഹങ്കർ സിഗ്നൽ, കാരണം ഗ്ലൂക്കോസ് കുറയുമ്പോൾ സൈക്ലിക് AMP വർദ്ധിക്കും. സോ ഈ പ്രോസസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് ലാക്കോപ്പറോണിനെ ആക്ടിവേറ്റ് ചെയ്യാം. സോ ഹൈ ഗ്ലൂക്കോസ് കൂടുതലാണ് എങ്കിൽ ഡിക്രീസ്ഡ് ഓർ ലോ സൈക്ലിക് AMP ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഇനാക്റ്റീവ് ആയിരിക്കും, ക്യാപ്പ് വിൽ ബി ഇനാക്റ്റീവ് ആയിരിക്കും. സോ സംഭവം വിൽ ബി ഓഫ് ആയിട്ടിരിക്കും. സോ ലോ ഗ്ലൂക്കോസ് കുറവാണെങ്കിൽ ഇൻക്രീസ്ഡ് ഓർ ഹൈ സൈക്ലിക് AMP ആയിരിക്കും. ആൻഡ് ക്യാപ്പ് വിൽ ബി ആക്റ്റീവ് ആയിരിക്കും. ആൻഡ് ദിസ് സിസ്റ്റം വിൽ ഗെറ്റ് ബി ഓൺ. സോ ലാക്കോപ്പറോൺ വിൽ ഗെറ്റ് ഓൺ ഇഫ് ദർ ഈസ് ഇൻക്രീസ്ഡ് സൈക്ലിക് AMP ബിക്കോസ് ഓഫ് ഡിക്രീസ്ഡ് ഗ്ലൂക്കോസ് കൂടിയാൽ ഇത് ഓഫ്. അപ്പോൾ നമുക്ക് കണ്ടീഷൻസ് പറയാം. ഗ്ലൂക്കോസ് ഈസ് പ്രസന്റ്, ബട്ട് ലാക്ടോസ് ഇല്ല എങ്കിൽ ഗ്ലൂക്കോസ് ഉള്ളതുകൊണ്ട് ഡിക്രീസ് സൈക്ലിക് AMP ആയിരിക്കും. ലാക്കോപ്പറോൺ ഓഫ് ആയി, ലാക്ക് വിൽ ബി ഓഫ്. ഇനി ഗ്ലൂക്കോസ് ഉണ്ട്, ലാക്ടോസും ഉണ്ട്, രണ്ടും ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല, ബിക്കോസ് സൈക്ലിക് AMP എപ്പോഴും കുറവായിരിക്കും. ലാക്ക് വിൽ ബി ഓഫ് ആയിരിക്കും. ഇനി ഗ്ലൂക്കോസ് ഇല്ല, ലാക്ടോസ് ഉണ്ട്, ഗ്ലൂക്കോസ് ഇല്ല, മൈനസ് ആണ്. സോ ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സൈക്ലിക് AMP. ലാക്ടോസ് ഉണ്ട്, അപ്പോൾ അല്ലോ ലാക്ടോസും ഉണ്ട് അല്ലെ.
സോ ലാക് വിൽ ബി ഓൺ ആയിരിക്കില്ലേ, ലാക് ഓപ്പറോൺ ഓൺ ആയിരിക്കും. സോ അലോലാക്ടോസ് റിപ്രസറിനെ ഇനാക്റ്റീവ് ആക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ലാക് ഓപ്പറോണിന്റെ റെഗുലേഷൻ നടക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലാക് ഓപ്പറോൺ സിസ്റ്റം ആൻഡ് റെഗുലേഷൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.